ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ്, അതായത് 21st ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21. ചോദ്യം എടുത്തിരിക്കുന്ന ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. N2O5 decomposition ആണ്. 37.8 gram N2O5 was taken in a 1 liter reaction vessel and allowed to undergo the following reaction at 500 Kelvin. 2 N2O5 gives 2 N2O4 plus O2. The total pressure at equilibrium was found to be 18.65 bar. Then Kp is equal to എന്തായിരിക്കും? Assume that N2O5 to behave ideally under these conditions. And R ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. റെഡി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. സി, N2O5 ഡിക്കമ്പോസ് ചെയ്ത് N2O4ഉം O2 ആയി മാറുന്നു. ഇവന്റെ ഇനീഷ്യൽ പ്രഷർ എത്രയാണ് എന്ന് നമുക്കറിയോ? ഇനീഷ്യൽ പ്രഷർ എത്രയാണ് എന്ന് നമുക്കറിയില്ല. അത് കാൽക്കുലേറ്റ് ചെയ്താലല്ലേ നമുക്ക് Kp കാണാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ ഇനീഷ്യൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാം. PV = nRT. അതിൽ നിന്ന് P = nRT/V. നമ്പർ ഓഫ് മോൾസ് എത്രയാ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 37.8 ബൈ N2O5 മോളാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 108 ആണ്. നൈട്രജൻ അറ്റോമിക് മാസുകളും അല്ലെ ഓക്സിജൻ അറ്റോമിക് മാസുകളും ആഡ് ചെയ്താൽ 108 വരും. റെഡിയാണ് എടാ? ഇൻറ്റു R 0.082 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടെമ്പറേച്ചർ എത്രയാ? 500 കെൽവിൻ ആണ്. ഡിവൈഡഡ് ബൈ 1. വോളിയം 1 ലിറ്റർ അല്ലേ, അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. ഇത്രയും നിങ്ങൾ ചെയ്താൽ ഇനീഷ്യൽ പ്രഷർ എത്രയാണെന്ന് കിട്ടും. ആൻഡ് P = 14.35 എന്നാണ് കിട്ടുക. 14.35 ബാർ. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ നമുക്ക് മനസ്സിലായി. T = 0 14.35 ആയിരുന്നു. ആ സമയത്ത് പ്രൊഡക്റ്റുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്ത് 14.35 മൈനസ് 2P, കാരണം 2 മോൾ N2O5ന് 2 മോൾ N2O4ന് 1 മോൾ O2 ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ പ്രഷറിൽ ഉണ്ടാവുന്ന ഡിക്രീസ് 2P ആണെന്ന് വിചാരിക്കുക. അപ്പോൾ N2O4ന്റെ പ്രഷറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് എത്രയാ? 2P ആണ്. O2വിന്റെ പ്രഷറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് എത്രയാ? P ആണ്. റെഡി ആണല്ലോ? ആണ് മക്കളെ. അപ്പോൾ ടോട്ടൽ പ്രഷർ എത്രയാ? P total = 14.35 മൈനസ് 2P പ്ലസ് 2P പ്ലസ് P. 2P യും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ P total = 14.35 plus P ആണ്. And therefore P is equal to 14.35 അല്ലേ? P total minus 14.35. അതായത് P total എത്രയാ? 18.65 മൈനസ് 14.35. അപ്പോൾ P എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് കിട്ടും? 4.3 ആണെന്ന്. ആൾമോസ്റ്റ് 4.3 ആണെന്ന് കിട്ടും. ഇത്രയും ബാർ P കിട്ടിയല്ലോ. P കിട്ടിയാൽ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇവരുടെയൊക്കെ ഇക്വിലിബ്രിയം പ്രഷർ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പറ്റും മക്കളെ. ശ്രദ്ധിച്ചേ നിങ്ങൾ, എങ്ങനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രഷർ മനസ്സിലാക്കുക? സോ പാർഷ്യൽ പ്രഷർ ഓഫ് N2O5 എന്ന് പറയുന്നത് 14.35 മൈനസ് 2P അല്ലേ. അപ്പൊ 2 ഇൻറ്റു എത്രയാ? 4.3. ഇത് എത്രയാണ് മക്കളെ വരിക? ഇറ്റ് ഈസ് 5.75 ബാർ എന്ന് കിട്ടും. റെഡി? അടുത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് N2O4 at equilibrium is equal to 2 into P അല്ലേ. 2 into 4.3 2 into 4.3 is 8.6 bar. പാർഷ്യൽ പ്രഷർ ഓഫ് O2 എന്ന് പറയുന്നത് P തന്നെയല്ലേ. P തന്നെയാണ്. അത് എത്രയാ? ഇറ്റ് ഈസ് ഈക്വൽ ടു 4.3 ബാർ. Therefore Kp is equal to partial pressure of N2O4 square into partial pressure of O2 by partial pressure of N2O5 square. അതായത് 8.6 square into 4.3 by 5.75 square. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 9.619 എന്ന് കിട്ടും. 9.619 നമുക്ക് ആ ചോദ്യം 10⁻²ന്റെ ഓർഡർ അല്ലേ വേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു 961.9 into 10⁻². അതായത് അപ്രോക്സിമേറ്റ്ലി 962 into 10⁻². അപ്പോൾ എക്സിന്റെ വാല്യൂ
962 ആണ് എന്ന് കിട്ടും നമുക്ക്. 962 ആണ് ആൻസർ ആയിട്ട് വരിക. ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യമായിരുന്നു അത്. ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്.